Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? ടീച്ചർ ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ചോദിക്കും. ലെസൺ പ്ലാൻ എഴുതിയാൽ മതിയില്ലേ? ടീച്ചേഴ്സ് മാനുവൽ എഴുതണം നിർബന്ധമുണ്ടോ? രണ്ടും ഡിഫറെന്റ് ആണ്. ടീച്ചിങ് മാനുവല് നമ്മൾ എഴുതുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജേർണലാ. നമ്മൾ ഡയറി ഒക്കെ എഴുതില്ലേ, എവറി ഡേ നമ്മുടെ ലൈഫിൽ ആക്ടിവിറ്റീസ് അങ്ങനെ ഡയറി എഴുതിക്കും. നമ്മൾ വൺസ് നമ്മളൊരു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇവന്റ് എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും റെഫർ ചെയ്യാലോ. നമ്മുടെ ഒരു ലേണിംഗ് ജേർണൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് മാനുവൽ. ലെസൺ പ്ലാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നോ പ്രോബ്ലം. കഴിഞ്ഞോ ഹസ്നയുടെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു? വെനസ്ഡേ കഴിയും. വെനസ്ഡേ കഴിയും. സോ ദാറ്റ് മീൻസ് ഇന്നിപ്പോ എന്ത് ദിവസം? ഇന്ന് മൺഡേ അല്ലേ? മൺഡേ. സോ ട്യൂസ്ഡേ അടുത്ത 5 ദിവസങ്ങളിൽ നിന്ന് എഴുതി വെക്കാൻ പറ്റുമോ? 5 ദിവസത്തിന്റെ മതി. 5 ദിവസത്തെ എഴുതി വെക്കൂ. കാരണം നമ്മളെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആ ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. നമ്മളുടെ ഒരു ലേണിംഗ് എപ്പോഴെങ്കിലും റെഫർ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് കുട്ടികൾക്ക് കൊടുത്തത്, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് കണ്ടത് മനസ്സിലാവും. ഓക്കെ, ഞാൻ എഴുതണ്ട 5 ദിവസത്തിന്റെ. ഓക്കെ, എല്ലാരും കഴിഞ്ഞോ? ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? നടക്കുവാണോ, പോവാൻ പോവാണോ? രമ്യ എന്തോ പറയണ്ടല്ലോ, രമ്യ പറയും. എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ 1 മാസത്തേക്ക് കൂടി ഒന്ന് വരണം എന്ന് പറഞ്ഞു. കാരണം ഒരു ടീച്ചർ അവിടെ പ്രഗ്നന്റ് ആണ്. അപ്പൊ അവർക്ക് ഇപ്പൊ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മന്തും കൂടെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അവര് പേയ്മെന്റ് തരുമോ? അത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. തരും എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഇതുവരെ വെറുതെ അങ്ങനെ ആരും വിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പരിചയമുണ്ട്. കാരണം മക്കളുടെ സ്കൂളില് ഹെഡ് മാസ്റ്റർ ആയിരുന്ന സാറ് റിട്ടയർഡായി. അപ്പൊ ആ സാറ് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. തരുമായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇയറും വരാമോ എന്ന് ചോദിച്ചു. കാരണം ആ ടീച്ചർ ഡെലിവറിക്ക് പോകുന്നുണ്ട്. വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവിടെ ആ മിസ് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ മാറേണ്ടി വരും എന്തായാലും. അവിടെ അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ല. ഒരു പ്രീ KG, ഒരു LKG, ഒരു UKG ഇത്രയേ ഉള്ളൂ. ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണ്. ഈ 3 ടീച്ചേഴ്സ് ഫിക്സ്ഡ് ആണ്. അപ്പം അവര് പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരു ജോബ് വേക്കൻസി കിട്ടുമെന്നുള്ളതിൽ ഉറപ്പില്ലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞു മാർച്ച് വരെ വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ കൂടുതലും ഇങ്ങനെ ICSE CBSE സ്കൂളുകളാണ് നോക്കുന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് ദൂരമുണ്ട് മിസ്സേ. ഒരു 40 മിനിറ്റ്സിന്റെ ട്രാവൽ ഉണ്ട് ഡെയിലി പോകാനും വരാനും. അപ്പം അതിന്റെ എക്സ്പെൻസും ഒക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ സ്ട്രെങ്ത് ഒക്കെ ഇത്തിരി കുറവാണ്. അപ്പൊ അവർക്ക് അത്രയും നമ്മളെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പൊന്നുമില്ല. അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. നാളെ അവിടെ നിന്ന് ടൂറ് പോവാണ് കുട്ടികളെയും കൊണ്ട്. എവിടേക്കാ പോണേ? അവിടെ വൈറ്റിലെ ചിറ്റിലപ്പള്ളി സ്ക്വയർ പാർക്കില്. രമ്യ പോകുന്നുണ്ടോ കൂടെ? പോകുന്നുണ്ട്. ആ ടീച്ചറിന്റെ പകരമായിട്ട് പോകുന്നുണ്ട്. വരണമെന്ന് തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു. പിന്നെ മക്കളുടെ സ്കൂളിന്റെ ഒരു ചെറിയ പാർട്ടായിട്ടാണ് ഈ നഴ്സറി നടത്തുന്നത്. അപ്പം ആനുവൽ ഡേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് എക്സാമിന് ഇടയ്ക്കാണ് ആനുവൽ ഡേ 28ന്. അപ്പം അവർക്കൊക്കെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കൂടെ. അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഓക്കെ. ചെറിയ കുട്ടികളായതുകൊണ്ട് എക്സാം അങ്ങനെയൊന്നും ഈ സമയത്ത് ഇല്ലല്ലോ അല്ലെ? KG, പ്രീ KG അല്ല, LKG UKG എക്സാം ഉണ്ട്. അവർക്ക് 23rd തുടങ്ങി 27th എൻഡ് ചെയ്യുന്നുണ്ട്. LKG ഓറൽ മാത്രമേ ഉള്ളൂ. UKG ചെറുതായിട്ട് എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു. നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. 27th അങ്ങനെ 28ന് ആനുവൽ ഡേ ആവുന്നു. അതോടുകൂടി അവരുടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത്രയും ദിവസം കൂടെ നിൽക്കാന്ന് വിചാരിച്ചു. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും എവിടെയാ സ്കൂൾ? എവിടെയാ സ്ഥലം? എവിടെയാ? അത് ആലപ്പുഴയിലാണ്, തുറവൂർ എന്ന് പറയും. രമ്യയുടെ വീട് എവിടെയാ? എന്റെ വീട് അരൂരാണ്, ആലപ്പുഴ.
ബോർഡർ ആണ്, എറണാകുളത്തിനോട് അടുത്താണ് അരൂര്, ആലപ്പുഴ ജില്ലയാണെങ്കിൽ അല്ലെ? ആലപ്പുഴ ജില്ലയാണെങ്കിലും എറണാകുളത്തിന് അടുത്തായിട്ട് വരും. ഞങ്ങൾക്ക് എറണാകുളമാണ് കുറച്ചുകൂടെ അടുത്ത്. ഓക്കെ ഫൈൻ. സോ എല്ലാവരും അപ്പൊ ഭംഗിയായിട്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സണൽ ടൈം ആണല്ലോ മാറ്റി വെച്ച് വന്നതിനെ. അല്ല മിസ്, ഈ സമയത്ത് വെച്ചതുകൊണ്ട് ഞങ്ങൾക്കും കേറാൻ പറ്റി. അല്ലെങ്കിൽ അവിടെ ഉച്ചയ്ക്ക് കേറാന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കില്ല. കാരണം അവരുടെ ലഞ്ച് ടൈം നടക്കില്ല. അവിടെ ഇന്നൊരു ദിവസം കിട്ടിയത് വളരെ എനിക്ക് ഹാപ്പിയാണ്. തീരെ പറ്റില്ല. 12:45 to 1:45 ആണ് ബ്രേക്ക് ടൈം. ഓ ശരി. നമ്മളെ ക്ലാസ് തുടങ്ങുന്നത് ആ സമയത്തല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് ക്ലാസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ വന്നിരിക്കണേ? ഇല്ലേ, ഇപ്പൊ ചായ കുടിച്ചിട്ടുള്ളൂ. അതെയോ? ഇവിടെ വീഡിയോ കോൾ ചെയ്ത് കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. മിസ്സേ, എനിക്ക് കൊടുങ്ങൂര് സ്കൂളില് ജോലി ആയിട്ടുണ്ട്. കോട്ടയത്ത്. അപ്പം പിന്നെ 2 ആഴ്ചത്തെ അവര് ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരാണത്. ഏപ്രിൽ 17 തൊട്ട് മെയ് 2 വരെ. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരിക്കും. കൊടുങ്ങൂര് എന്നല്ലേ പറയാ? അതോ കിടങ്ങൂരല്ലോ? കൊടുങ്ങൂര്, കോട്ടയം. കൊടുങ്ങൂര്. ഈ സ്കൂളിന്റെ പേരെന്താ? വിദ്യാനന്ദ വിദ്യാധിരാജ. ഏത് ക്ലാസ്സിലേക്കാണ് അറിഞ്ഞോ? LKG UKG ആണ്. പിന്നെ അവര് മറ്റുള്ള ക്ലാസ്സിലോട്ട് ആക്കും. അപ്പൊ ആദ്യം നമ്മളെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു, LKG UKG-ലോട്ട്. അപ്പൊ ട്രെയിനിങ്ങിന് പോയതാണോ അതോ? ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തായിരുന്നു. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, 1 മാസം മുമ്പ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ മിനിഞ്ഞാന്നാ വിളിക്കുന്നത്. സാറിന് കാണണം എന്ന് പറഞ്ഞു, പ്രിൻസിപ്പള് വിളിച്ചായിരുന്നു. ഒന്ന് ചെന്ന് കാണാൻ പറ്റും. കുറെ പേരുണ്ടായിരുന്നോ ഇന്റർവ്യൂവിന്? ഇന്റർവ്യൂവിന് 4 പേര്. അത് പല സെക്ഷനിലാണ്. ഹൈസ്കൂളിലോട്ടുണ്ടായിരുന്നു, അങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചു 4 പേരുണ്ടായിരുന്നു. അപ്പം 1 മാസം ഞാൻ ഓർത്ത് ഇനി വിളിക്കത്തില്ലായിരിക്കും, 1 മാസമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മിനിഞ്ഞാന്ന് വിളിച്ചു, ചെന്നു. അപ്പൊ ഇന്നാ ഞാൻ ചെന്നത്. ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴാ സാറ് പറഞ്ഞത് അവിടെ ട്രെയിനിങ്ങിനൂടെ ചെല്ലണം, ചെന്നിട്ട് വന്നു കഴിയുമ്പത്തേനും ഇവിടെ എടുക്കാമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അർച്ചനയുടെ വീട് അവിടെ അടുത്താണോ? എന്റെ വീട് ഇവിടെ. എനിക്ക് ഇവിടുന്ന് 15 മിനിറ്റ് പോയാൽ മതി സ്കൂളിലോട്ട്. പിന്നെ എന്താ പറയാ, സ്കൂളിന്റെ പ്രൊഫൈൽ എങ്ങനെയാ? എത്ര വരെ ഉണ്ട്? ഹൈസ്കൂൾ ഉണ്ടോ, ഹയർ സെക്കൻഡറി ഉണ്ടോ? +2 വരെ ഉണ്ട്. +2 വരെ ഉണ്ടോ? ഓക്കെ, നല്ല പ്രൊഫൈലുള്ള സ്കൂൾ അത്. അപ്പൊ ഈ ട്രെയിനിങ്ങിന് വിടുന്നതൊക്കെ അവരുടെ ചെലവിലല്ലേ? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. അവിടെ പോയി താമസിക്കണ്ടേ? അപ്പൊ അത്രയും ദിവസം അതെങ്ങനെയാ? 15 ദിവസം ഉണ്ട്. എനിക്ക് 3.5 വയസ്സുള്ള ഒരു കുട്ടിയും 8 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. ഹസ്ബൻഡിന് കുഴപ്പമില്ല, പോകാവെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നോക്കും, അമ്മയ്ക്കും കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. ട്രെയിനിങ് എവിടെയാ? കില്ലയിലാണോ? എന്തോ? ട്രെയിനിങ് എവിടെയാ? തൃശ്ശൂർ എവിടെയായിട്ടാ? എവിടാന്നൊന്നും പറഞ്ഞു. എനിക്ക് താല്പര്യം ഉണ്ട് വിളിക്കാനാ സാറ് പറഞ്ഞതേ. തൃശ്ശൂരാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡീറ്റെയിൽസ് നാളെ വിളിച്ചിട്ട് ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു, താല്പര്യം ഉണ്ടെങ്കിൽ. എന്തായാലും പ്ലാൻ ചെയ്ത് പോകും. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. താങ്ക് യു മിസ്. ഓക്കെ, പ്രേയർ കഴിഞ്ഞിരുന്നോ? ഇല്ല മിസ്സേ. എന്നാ ചെയ്തോളൂ. ആരാ പ്രേയർ? ആരുമില്ലേ? ഞാൻ ചെയ്യാം. തുടങ്ങട്ടെ? സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണി ചൂട്
സ്വർഗമാകണേ അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗ തന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു പകലാണോ കൂടുതൽ പേര് കയറുന്നത്? ഞാൻ ഈവനിങ് ടൈമിൽ കുറെ പേര് കയറുന്ന വിചാരിച്ചു. നോമ്പൊക്കെ ആയതുകൊണ്ടാണോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ആകാറായി. അപ്പോ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലേ? ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച്. PDF അത് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് ആകുമ്പോഴേക്കും ഒന്ന് റെക്കോർഡ് ബുക്കിൽ കോപ്പി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് വായിച്ചൊക്കെ നോക്കണം കേട്ടോ. മാം, നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷന് കുറച്ച് ദിവസം മുമ്പ് അറിയാൻ പറ്റുമോ? 1-2 ആഴ്ച മുമ്പ് പറ്റുമല്ലോ. 1 വീക്ക് ബിഫോർ എന്തായാലും അറിയിക്കും. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം, അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ എല്ലാരും പറയാറുണ്ട്. അപ്പൊ എന്തായാലും 10 ഡേയ്സിനുള്ളിൽ തന്നെ അത് അറിയിച്ചിരിക്കും. ആ, ഏകദേശം നമുക്ക് ഈ മാസം അവസാനമായിരിക്കും അതോ ഈ മാസം അവസാനം ഉണ്ടാവില്ല മേ ബി. കാരണം വെച്ചാൽ ഈ മാസം അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ പെരുന്നാള് കഴിഞ്ഞിട്ടുള്ള ഒരു സാറ്റർഡേ വരുന്നത് 28th ആണ്. അന്ന് ഓൾറെഡി അവിടെ ഒരു കോൺവെക്കേഷൻ ഉണ്ട് വേറൊരു കോഴ്സിന്റെ. കോൺവെക്കേഷൻ ഉള്ള ദിവസം നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് അങ്ങനെ വെച്ചിട്ടുള്ളത് വളരെ ചെറിയ ഗ്രൂപ്പിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ബാച്ചിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ഉള്ളത് കാരണം ഞാൻ കോൺവെക്കേഷൻ ഇല്ലാത്തൊരു സാറ്റർഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏപ്രിലായിരിക്കും. ഏപ്രിലിൽ നമ്മൾ വരുമ്പോ ഏപ്രിലിൽ നമ്മൾ വേറെയും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അത് ഈസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇലക്ഷനും വരുന്നുണ്ടല്ലോ മിസ്സേ, ഇലക്ഷനും വരുന്നുണ്ടല്ലോ April 9 അല്ലേ? അതെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെക്കുള്ളൂ. സാറ്റർഡേ ആയിരിക്കും. സ്കൂൾ അടയ്ക്കണ കൊണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം വരാൻ. അതാ ചെറിയ കുട്ടികളാണ്. എന്തോ ചെറിയ മക്കളാണോ? മൂത്താള് 8 വയസ്സ്, രണ്ടാമത്തെ ആള് 6 വയസ്സാവണോ, കുഞ്ഞിതിന് 4 വയസ്സാവണോ. കൊണ്ടുവരാൻ പറ്റുന്നവരെ കൂടെ കൊണ്ടുവരൂ. അവര് ചെയ്യും. അവര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ലാരിറ്റി വരും. നമ്മൾ സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലേക്കും ചെയ്യാം. കുട്ടികൾ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ആ മെറ്റീരിയൽസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പലരും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾ ചെയ്തിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ബസ്സിന് പോകുന്നത് അതാണ്. എവിടെന്നാ വരണേ? എവിടെന്നാ വരണേ? കോതമംഗലത്താണ്. ഞാനിപ്പോ സ്കൂൾ അടയ്ക്കണ കാരണം കൊണ്ട് ആ സമയമാകുമ്പോ വീട്ടിൽ പോയിട്ട് തൊടുപുഴയ്ക്ക് കരിമണ്ണൂര് എന്ന് പറയും. അപ്പൊ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് പോരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോരാന്ന് ഓർത്തോണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ടിട്ട് അമ്മച്ചീടെ അടുത്ത് ഓക്കെ വിട്ടിട്ടെന്നാ പറഞ്ഞേ. ഇവരെ ഒഴിവാക്കിയിട്ട് വേണം വരാൻ ആദ്യം പറഞ്ഞപ്പോ ഞാനും ഓർത്തെന്തായിരുന്നു. നേരം കൂടെ കൊണ്ടുവന്ന ചെലപ്പോ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ കൊണ്ടുവരിക. കുട്ടികളെ കൊണ്ടുവന്നാ അത് രസാട്ടോ. യാത്ര ബുദ്ധിമുട്ടാണ്. കുഞ്ഞു ബേബീസ് ഒക്കെ ആയിട്ട് വരും. ഈ ഫീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിട്ട് വരും ചിലര്. ആഗ്രഹമുണ്ട്, പക്ഷെ ബസ്സിന് 3 പേരും പാടാണ്. എനിക്കൊന്ന് കോതമംഗലത്ത് നിന്ന് എളുപ്പം. എന്നാലും ഉണ്ടെന്ന് തോന്നുന്നു 2 മണിക്കൂർ ദൂരം ഉണ്ടെന്ന് പറയണ കേട്ടോ. എനിക്ക് കൃത്യസ്ഥലം അറിയില്ല. പറഞ്ഞപ്പോ ദൂരം ഉണ്ടെന്ന് പറയുന്നു. കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ, ദെൻ പറവൂർ. ശരി, ഓക്കെ. സോ നമ്മള് ക്ലാസ് ഇടം വരെ ഇവിടെ വാവകളൊക്കെ കൂടെ ഇരിക്കണ്ടല്ലോ എല്ലാവരുടെയും. ഇൻഡിപെൻഡൻസ് തുടങ്ങി.
ഓഫ് ഇൻഡിപെൻഡൻസ് കടന്നു. ഓക്കെ, ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലീഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ റെക്കോർഡ് ബുക്കിൽ, അതായത് 5ാമത്തെ റെക്കോർഡ് ബുക്കിൽ ഇപ്പൊ PDF വന്നിട്ടില്ലേ കോപ്പി ചെയ്യാനുള്ളത്, അത് നിങ്ങൾ എഴുതിയതിനു ശേഷം പിക്ചേഴ്സ് ഒട്ടിക്കുക. കാരണം ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ വലിപ്പം ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് പിക്ചർ ലെഫ്റ്റിൽ ഒട്ടിക്കുക. പിക്ചേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ അതിന്റെ PDF? ഇല്ല മിസ്സേ. നാളെ എനിക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ടേക്കണേ, ഞാനത് ഇൻഫോം ചെയ്തേക്കാം. അപ്പൊ എഴുതിയതിനു ശേഷം ആ പിക്ചേഴ്സിന്റെ PDF ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് പിങ്ക് ടവറും എഴുതി, പിന്നെ ബ്രൗൺ സ്റ്റെയർസും റൈറ്റ് സൈഡിൽ തന്നെ വന്നു. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ടവറിന്റെയും ബ്രൗൺ സ്റ്റെയറിന്റെയും പിക്ചർ ആണല്ലോ ഒട്ടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ PDF നോക്കുക. PDF-ല് എല്ലാ പിക്ചേഴ്സും ഓരോന്നായിട്ട് A4-ലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു A4 സൈസ് ഷീറ്റിൽ തന്നെ 4 5 ഒക്കെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കേണ്ട നമ്പർ ഓഫ് പേജസ് കുറയും. എന്നിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. 2 3 4 പിക്ചേഴ്സ് ഒരു A4 ഷീറ്റിൽ കൊള്ളുന്ന രീതിയിൽ പിക്ചറിന്റെ രീതിക്ക് അനുസരിച്ച് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 4 പേജിന്റെ പ്രിന്റ് ഔട്ട് മതിയാകും. പിന്നെ കളർ പ്രിന്റ് ഔട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം പിങ്ക് ടവർ എന്നൊക്കെ പറയുമ്പോൾ പിങ്ക് കളറിൽ തന്നെ പിക്ചർ കാണുന്നതല്ലേ അതിൻ്റെതായ ഒരു ഭംഗി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഒന്ന് അതിന്റെ പിക്ചേഴ്സ് പ്രിന്റ് എടുക്കുക. ഓക്കെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഇത്ര ആയിട്ടുള്ളൂ അല്ലേ? വരയ്ക്കാൻ പറ്റുന്നത് വരച്ചാലും കുഴപ്പമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, വരയ്ക്കാൻ അറിയുന്നവർ വരച്ചോളൂ, അല്ലാത്തവര് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചാലും മതി. വരയ്ക്കാം. പ്രാക്ടിക്കലിന് വരുമ്പോഴേക്കും ആ റെക്കോർഡ് ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും, നല്ലപോലെ ഒന്ന് വായിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ. പിന്നെ നേരിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഡെമോ ക്ലാസ്സും തരും പ്രാക്ടിക്കലിന്റെ. സോ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ? മിസ്സേ പവർ ഓഫ് അറ്റൻഷൻ ആയിരുന്നു മിസ്സേ എടുത്തോണ്ടിരുന്നേ. ആണോ? പവർ ഓഫ് അറ്റൻഷനിലെ ലാസ്റ്റ് 2 ചെറിയ പാരഗ്രാഫ് ഇല്ലേ, അത് ഇനി എടുക്കാനുള്ളത്. സോ നമ്മൾ ലോ ഓഫ് വർക്ക് പറഞ്ഞു, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞിട്ട് കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് ഏതെല്ലാം സ്റ്റേജസിലൂടെ ഏതെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിനാദ്യം പറഞ്ഞത് കുട്ടിക്ക് വളരാൻ പറ്റുന്ന. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്റേൺഷിപ്പിന് പോകാൻ എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്യുവാണ്. എന്തായാലും ലോ ഓഫ് വർക്കും ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പവർ ഓഫ് പൊട്ടൻഷ്യലിലേക്ക് വരാമെന്ന് വിചാരിച്ച് ഞാൻ ബ്രീഫ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണോ? ആണോ? ടഫാണോ? കുറച്ച് ടഫാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. അതാണ് ഒരു പാർട്ട് 3-ലെ കുറച്ച് പോർഷൻസ് നമുക്ക് ശരി മാം ബ്രീഫ് ചെയ്ത് പറയില്ലേ? ബ്രീഫ് ചെയ്യും. നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? 1 and 2 ഒക്കെ കഴിഞ്ഞോ? വരെ ഐഡിയ ഇല്ല മിസ്സേ, കാരണം കുറെ ക്ലാസ് മിസ് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ മിസ്സിന്റെ നോക്കി. ഞങ്ങളൊക്കെ ഇന്റേൺഷിപ്പിന് പോകണം. യൂണിറ്റ് 1 എടുത്തിരിക്കുകയാണ്. യൂണിറ്റ് 1 തീർന്നില്ല, യൂണിറ്റ് 2 തുടങ്ങിയില്ല. യൂണിറ്റ് 1 മരിയ മോണ്ടിസോറിയുടെ ഇപ്പൊ അപർണ മിസ് എടുത്തോണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല.
സോ നമ്മൾ കുട്ടികളിൽ എങ്ങനെയാണ് അവരെ നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത്. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവരുടെ ഡെവലപ്മെന്റ് നാച്ചുറലായി നടക്കുകയുള്ളൂ. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ഫ്രീഡം, രണ്ടാമത്തെ കാര്യമാണ് എൻവിയോൺമെന്റ്, നല്ലൊരു സാഹചര്യം അല്ലെ. നമുക്കറിയാം ചെടികൾ നല്ല വെള്ളവും വളവും സൂര്യപ്രകാശവും കിട്ടുന്നിടത്ത് നട്ടാലാണ് അവർ നല്ലതുപോലെ വളരുള്ളൂ. അല്ലാതെയൊക്കെ വളരും, പക്ഷെ വളർച്ച മുരടിച്ചു പോകും. അപ്പൊ അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള തീയിൽ കുരുത്തവരായിരിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ അതിനെ ഓവർകം ചെയ്ത് വളരാൻ പറ്റുന്ന ആ രീതിയിൽ വളരുന്ന ചെടികളും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ എല്ലാ കുട്ടികളും അതുപോലെ ആവണമെന്നില്ല. സോ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അത് ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ നമ്മൾ സ്കൂളിലും ചെയ്യണം, വീട്ടിലും ചെയ്യണം. ഇനി നമുക്കറിയാം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ്, വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യം, ജനറ്റിക് അല്ലെ, ഹെറിഡിറ്ററിയും അതുപോലെ തന്നെ അവർ വളരുന്ന സാഹചര്യം, അവരുടെ സറൗണ്ടിങ്സ്. ഈ ഹെറിഡിറ്ററിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനറ്റിക്കില് അത് അച്ഛന്റെയും അമ്മയുടെയും സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്. 23 ക്രോമസോംസ്, രണ്ടുപേരുടെ അടുത്ത് നിന്ന് 46 ക്രോമസോം കിട്ടുന്നു. അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. പക്ഷെ അവിടെ മാം തോട്ട് പറഞ്ഞില്ല. എന്തോ പറയൂ തോട്ട് പറഞ്ഞില്ല. പറയൂ. Ma'am, good evening, ma'am. Today's thought: the land is where our roots are. The children must be taught to feel and live in harmony with the earth. Dr. Maria Montessori. നമ്മളെ നിലം എന്ന് പറയുന്നത് നമ്മള് റൂട്ട് ഉണ്ടാകുന്ന സ്ഥലത്താണ്. നമ്മള് കുട്ടികളെ പഠിപ്പിക്കണം അത് ഫീൽ ചെയ്യാനും ഹാർമണിയിൽ ഭൂമിയോട് ചേർന്ന് ജീവിക്കാനും. I repeat, the land is where our roots are. The children must be taught to feel and live in harmony with the earth. Dr. Montessori. Thank you, ma'am. പറഞ്ഞു വന്നപ്പോഴാ പെട്ടെന്ന് ഓർമ്മ വന്നല്ലേ. ശരിക്കും എനിക്ക് ടൈം മാറിയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ പോയോ എന്നൊരു സംശയം. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു തോട്ടായിരുന്നു അത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പവർ ഓഫ് അറ്റൻഷൻ അല്ലേ എടുക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണ് ശരണ്യ. കാരണം നമ്മൾ എവിടെയാണ് ഒരു ഐഡിയ എനിക്കും ഇല്ല, ബാക്കി ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞ കാര്യം ഒന്ന് ബ്രീഫ് ചെയ്യാം. പവർ ഓഫ് അറ്റൻഷൻ വരെ എടുത്തിട്ടുണ്ട് മിസ്സേ. എടുത്തിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ കുട്ടികൾക്ക് വളരാനായിട്ട് നമുക്ക് ഫ്രീഡം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു സറൗണ്ടിങ്സ്, നല്ലൊരു എൻവിയോൺമെന്റ്, നല്ല വളർത്തുന്ന ഒരു അന്തരീക്ഷം അല്ലെ. അപ്പൊ ജനറ്റിക്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ എൻവിയോൺമെന്റിൽ അതിന്റെ ആ ജനറ്റിക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അതുകൊണ്ടാണ് എൻവിയോൺമെന്റ് അതുപോലെ ഡിസൈൻ ചെയ്യണം എന്ന് അവർ പറഞ്ഞു. കാരണം ജനറ്റിക്കലി കുട്ടികൾക്ക് ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഉണ്ടാകാം, മെന്റൽ ഡിഫോമിറ്റീസ് ഉണ്ടാകാം. അതൊക്കെ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു കുട്ടീനെ അതിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോഴും ബാധിക്കും. പ്രീനേറ്റൽ കണ്ടീഷനും പോസ്റ്റ് നേറ്റൽ കണ്ടീഷനും എല്ലാം ബാധിക്കുന്നു നമ്മൾ പറഞ്ഞു. ഹെറിഡിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ബാധിക്കുന്നതാണ്. ഒരു 1000 ബേബീസ് എന്നുള്ള ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കുട്ടി വളരുന്ന സാഹചര്യം നല്ലതായിട്ടും കൂടിയിട്ടും അതിന്റെ ജനറ്റിക്കിലെ പ്രശ്നങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യാനായിട്ട് അതിന് ഒരു സ്പേസ് കിട്ടും. അപ്പൊ അതാണ് ലോ ഓഫ് വർക്കിൽ വന്നത്. ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു പ്ലേ ആണ്, പക്ഷെ അതൊരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിലൂടെ പല കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. അതാണ് ഇപ്പൊ നമുക്ക് കുട്ടിയെ നമ്പർ പഠിപ്പിക്കണോ, നമ്മളൊരു ആക്ടിവിറ്റിയാണ് ചെയ്യിക്കുന്നത്, പക്ഷെ കുട്ടിക്ക് അതൊരു ഗെയിമോ ഒരു പ്ലേ പോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ അതിലൂടെ ഒരു പഠിക്കുക, ഒരു ലേണിംഗ് പ്രോസസ്സോടതാണ്. നമ്മൾ കൊടുത്ത ഫ്രീഡം കൊണ്ടാണ് കുട്ടി ആ വർക്കിരുന്ന് ചെയ്യുന്നത്. കാരണം ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടി, അതുകൊണ്ട് ഇരുന്ന് ചെയ്യും. ഇനി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു കൂടുതൽ. ഇനി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരത് ശ്രദ്ധയോടുകൂടെ ചെയ്യും, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതായിരുന്നു പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷന്റെ നമ്മൾ കണ്ടത്. ഇതാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഈ ലാംഗ്വേജ് ഇത്തിരി ഒരു കട്ടിയാണ്. ഡോക്ടർ മറിയ മോണ്ടിസോറി ഇറ്റലിയിൽ എഴുതിയ റൈറ്റപ്സിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, അതുകൊണ്ടാണ് ലാംഗ്വേജ് ഇത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത്.
മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇമ്പാക്ടിങ് 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരെണ്ണം ഹെറിഡിറ്ററിയും സെക്കൻഡ് വൺ കേട്ടില്ലായിരുന്നു. എൻവിയോൺമെന്റ്, വളരുന്ന സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്. രണ്ടിലും എൻവയോൺമെന്റ് കോമൺ ആണോ? ഏത് രണ്ടിലും? എന്താ രണ്ടും ഉദ്ദേശിക്കുന്നത്? ഇമ്പാക്ടിങ് 2 ഫാക്ടേഴ്സ് പറഞ്ഞില്ലേ, എഫക്ട് ചെയ്യുന്ന കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്ററിയും അതുപോലെ തന്നെ എൻവിയോൺമെന്റും, അതായത് വളരുന്ന അന്തരീക്ഷം. അപ്പൊ ഈ ഹെറിഡിറ്ററി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ജനിതകമായിട്ട് കിട്ടിയതാണല്ലേ, അമ്മയുടെ സൈഡിൽ നിന്നും അച്ഛന്റെ സൈഡിൽ നിന്നും ജനിതകമായിട്ട് കിട്ടിയതാണ്, ജനറ്റിക് ആണ്. പക്ഷെ ആ വളരുന്ന അന്തരീക്ഷം നമ്മൾ മെച്ചപ്പെടുത്തിയാൽ അവരുടെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഹെറിഡിറ്ററിയിൽ ഉണ്ടാകുന്ന കുറവുകളെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതിന്റെ എഫക്ട് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സ്പെഷ്യൽ കിഡ്സിന് പ്രത്യേകം ഡിസൈൻ ചെയ്ത ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. സ്പെഷ്യൽ കിഡ്സ് മീൻസ് അവർക്ക് ജനറ്റിക് ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ഓട്ടിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത്, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള മറ്റ് ഡിഫോമിറ്റീസ് ഒക്കെ കാണിക്കുന്നത്. മെന്റലി റിട്ടാർഡഡ് കുട്ടികളുണ്ടല്ലോ, അവർക്ക് അവരുടെ ഡിഫോമിറ്റിക്ക് അനുസരിച്ച് ഓരോ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യും. അതാണ് അവരെ ഒരു സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാതെ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. കാരണം അവിടുത്തെ എൻവിയോൺമെന്റ് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. വീട്ടിലും അതുപോലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. ആ കുട്ടികൾക്ക് അമ്മമാർക്ക് ട്രെയിനിങ് കൊടുക്കും. മിക്കവാറും കൂടെ പോകുന്ന അമ്മമാർക്കായിരിക്കും, അമ്മമാർക്ക് ട്രെയിനിങ് കൊടുക്കും എങ്ങനെ ഈ കുട്ടികളെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് DAC എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ തെറാപ്പി സെഷൻസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്നിട്ട് അമ്മയും കുട്ടിയും കൂടെ വന്നിട്ടൊക്കെയാണ് അത് ചെയ്യാറ്. അമ്മയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കുട്ടിയും കൂടെ വന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ബഡ് സ്കൂള്, സ്പെഷ്യൽ സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോയി ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ആണോ? ഓ ശരി. എത്ര നാള് വർക്ക് ചെയ്തു? അവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ഒരു എനർജറ്റിക് തോന്നും, നമുക്ക് പ്രശ്നങ്ങളൊന്നും അല്ലാന്ന് തോന്നും. അത് എന്നായിരുന്നു ഹസ്ന വർക്ക് ചെയ്ത? കുറെ നാളായോ? ഞാനൊരു 2-3 വർഷമായി ഇൻസൈറ്റിലെ വർക്ക് ചെയ്തിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? കാരണം അവരുടെ കുറെ ഡിഫോമിറ്റീസ്, അവരെങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ചിലര് സ്ലോ ആയിരിക്കും, ചിലർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യും, ചിലർക്ക് കൈയുടെ പക്ഷെ ടീച്ചർ അവര് നമ്മളായിട്ട് പെട്ടെന്ന് ഇണങ്ങും. ടീച്ചർ എന്ന് വിളിച്ചിട്ടേ നടക്കും. അവർക്ക് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഗ്രൂപ്പിനേക്കാളും അവർക്ക് പ്രായമുള്ളവരോട് മീൻസ് അവരെക്കാളും മുതിർന്നവരോടായിരിക്കും താല്പര്യം കുട്ടികൾക്ക്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പീർ ഗ്രൂപ്പുമായിട്ട് മേർജ് ആവാൻ അവർക്ക് ഇച്ചിരി സമയം എടുക്കും, പക്ഷെ നമ്മളുമായിട്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. പവർ ഓഫ് അറ്റൻഷന്റെ കാര്യങ്ങൾ അതായിരുന്നു. അതും കോൺസെൻട്രേഷനും അല്ലെ പറഞ്ഞു. പിന്നൊന്നും ആയിട്ടില്ലല്ലോ. യെസ്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് വിൽ അല്ലേ അപ്പൊ അടുത്ത എടുക്കേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ്, സെൽഫ് ബിൽഡ് ആകുന്നത്. ആദ്യം അവര് വർക്ക് ചെയ്ത് അവർക്ക് പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ വന്നു, അവർ ഇൻഡിപെൻഡന്റ് ആയി. ഇനി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മള് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാൾ വളർന്നു കഴിയുമ്പോൾ അയാളുടെ അറ്റയർ അയാളുടെ അങ്ങനെ ആണെന്ന് വിചാരിക്കും. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചെറുപ്പം തുടങ്ങി ബിൽഡ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ പറയില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ആ കുട്ടിയില് ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ഹാബിറ്റ്സ് ഒക്കെ അതിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. അങ്ങനെയാണ് അഡൾട്ട് ആകുമ്പോൾ അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി ശരിക്കും എക്സ്പ്രസീവ് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. കുട്ടി ഒരു വർക്ക് ചെയ്യുമ്പോൾ കുട്ടി അത് പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടില് ജഗ്ഗില് വെള്ളം നിറച്ച് വെക്കും. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് അത് പകർന്നിട്ട് നമ്മൾ കുടിക്കും അല്ലെ? അപ്പൊ ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം ജഗ്ഗിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്നതിനനുസരിച്ച് നമ്മളത് പോർ ചെയ്യും. നിറഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ജഗ്ഗിന്റെ മുകളിലെ അടപ്പിൽ ചിലപ്പോ ഒന്ന് പിടിക്കും. അത് വെള്ളം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി വരുമ്പോൾ അത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ഫോഴ്സിൽ അത് ഒഴിക്കും. പക്ഷെ ഒരു കുട്ടി ചെയ്യുമ്പോൾ കുട്ടിക്ക് അറിയില്ല. കുട്ടി എന്ത് ചെയ്യുമ്പോഴും മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യലി അവൻ ചെയ്യുമ്പോൾ വാട്ടർ സ്പിൽ ഔട്ട് ആയി പോകാം, വെള്ളം പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ വീടുകളിൽ സാധാരണ കേൾക്കുന്നത് ഷൗട്ടിങ്ങാ. നിന്നോട് ആര് പറഞ്ഞു എടുക്കാൻ ചോദിച്ചാൽ ഞാൻ എടുത്ത് തരില്ലായിരുന്നു,
ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കുട്ടിയുടെ ആ ഒരു അതങ്ങ് ഡൗൺ ആകും. ഒരു കോൺഫിഡൻസ് കുറയും, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള രീതിയിലാകും. അങ്ങനെ ഒത്തിരി കുട്ടികൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഹയർ ക്ലാസ്സിലായാലും ഞാൻ ഒട്ടും നല്ലതല്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് അത് കൂടുതലാവും. കാരണം ചെറുപ്പം മൂലം ഇവർ കേട്ട് വരണതാകാം. ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ടാകാം. ടീച്ചേഴ്സ് പണ്ട് ഇങ്ങനെ നോട്ട്ബുക്സ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയായിരുന്നു. അതൊക്കെ വല്ലാതെ ഹേർട്ട് ചെയ്യും കുട്ടികളെ. അപ്പം ഞാൻ നല്ലതല്ല അങ്ങനെ ഒരു ഫീല് വരും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ ആയിട്ട് സംസാരിച്ചതാണേ. കുട്ടിക്ക് ഭയങ്കര എല്ലാ കഴിവുകളും ഉണ്ട്. കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഠിക്കാൻ നല്ല ഇതാണ്, ആക്റ്റീവാണ്, പെൺകുട്ടിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷോർട്ടാണ്, വണ്ണമുണ്ട്. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്, വണ്ണമുണ്ട്. അപ്പൊ ഈ ബോഡി സൈസ് കൂടുതലായതുകൊണ്ട് കുട്ടി ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പൊ കുട്ടിയുടെ പാരന്റ്സ് പക്ഷെ കുട്ടിയെ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ കുട്ടിക്ക് സ്കൂളിലെ ഡാൻസ് അങ്ങനെയുള്ള ബോഡിലി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് അതിന് കോൺഫിഡൻസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇല്ല, സ്കൂളിലും ഇല്ല, വീട്ടിലും ഇല്ല. അപ്പൊ അതിന്റെ ഇത് കാരണം ആ കുട്ടി എല്ലാം ഇങ്ങനെ ഒതുങ്ങി ജീവിക്കണം. നല്ല പൊട്ടൻഷ്യലും ഉള്ള കുട്ടിയാണ്, എല്ലാത്തിലും മാത്സിലും മിടുക്കിയാണ്, പല ആക്ടിവിറ്റീസിലെല്ലാം മിടുക്കിയാണ്. പക്ഷെ പാരന്റ്സ് സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നു. ശരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ഒരു കേസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കുട്ടിയുടെ ഈ ബോഡി വെയിറ്റ്, അതിന്റെ കാരണം അത് ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസ് ആകാം, അല്ലെ? ഈ ചിലപ്പോൾ PCOD, അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ബോഡി സൈസ് കൂടാം. അപ്പൊ പാരന്റ്സുമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ് ആദ്യം വേണ്ടത്. എന്തുകൊണ്ടാണിത്? ഇനി ഇപ്പൊ കറക്റ്റ് മെഡിക്കേഷൻസ് ഉണ്ടോ, ഡോക്ടറെ കണ്ടിട്ടുണ്ടോ, ഡയറ്റ് കറക്റ്റ് ചെയ്താൽ ചിലപ്പോ ഈ ബോഡി വെയിറ്റ് മാറാം, അല്ലെ? ചിലപ്പോ അങ്ങനെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ലാത്തത് കൊണ്ടും വെയിറ്റ് കൂടാം, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും വെയിറ്റ് കൂടാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ശരിക്കും ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം. അത് പാരന്റ്സിന് നമ്മൾ അവയർനെസ് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ബോഡി അത് കറക്റ്റ്, അത് ശരിയായി അത് മെയിൻറ്റെയിൻ ചെയ്തു വരാം. ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ ഒക്കെ പുറത്തേക്ക് വരും. അവിടെ പാരന്റിന്റെ സപ്പോർട്ട് ഇല്ലാത്തതാണ് കുട്ടിയെ ശരിക്കും വിഷമിപ്പിച്ചത്. ഇത്രയും കാലിബർ ഉള്ള ഒരു കുട്ടിക്ക് പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ല. പാരന്റ്സും ചിലപ്പോൾ തടിയുള്ളതിന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാതിരിക്കാം. ഒരു പക്ഷെ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടാവില്ല തടി ഉണ്ടായിരിക്കുന്നത്, വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികള് ഇതുപോലെ മനസ്സ് മുറിവേറ്റ് വരുന്ന പലരും ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് അഫർമേഷൻ പോലെ അവന്റെ അല്ലെങ്കിൽ അവളുടെ പോസിറ്റീവ്സ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയാറില്ലേ? എനിക്ക് ഇത്രയും എന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. ഈവൻ അങ്ങനെ ബിലീഫ് ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് ഉള്ളിലുണ്ടാവും ഒരു ശക്തി, എന്നെ ഇങ്ങനെ നയിക്കുന്നുണ്ടല്ലോ, സംബഡി ഈസ് സപ്പോർട്ടിങ് മീ എന്നുള്ളത് ഏതൊരു അഡൾട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഒരു അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ കുട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. നമുക്ക് കുട്ടിയിലെ പോസിറ്റീവ്സ് ആദ്യം ചോദിക്കാം. പോസിറ്റീവ്സ് കണ്ടെത്തി നിങ്ങൾക്കത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലേ ടീച്ചർ ബുക്ക് വലിച്ചെറിയുമ്പോഴത്തെ ഒരു ഇത്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10th പഠിക്കുമ്പോ സമയത്ത് വേറെ നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അമ്മോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇപ്പൊ അങ്ങനെ വാങ്ങിക്കാനുള്ള നമ്മുടെ കയ്യിലില്ല, അപ്പൊ തൽക്കാലം ായിട്ട് എഴുതുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ല കേട്ടോ. 10th പഠിക്കുമ്പോ ഉണ്ടല്ലോ മിസ്സേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോളൂ. 10th പഠിക്കുമ്പോ ട്യൂഷന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ട്യൂഷന് സ്പോക്കൺ ഇംഗ്ലീഷിനും വേറെ നോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അമ്മോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ക്യാഷ് അങ്ങനെ ഇല്ല, വാങ്ങിക്കാൻ കയ്യിലൊന്നുമില്ല. അപ്പൊ മോള് ഒരു ബുക്കിന്റെ തന്നെ 2 സൈഡായിട്ട് എഴുതിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറ് ബുക്ക് നോക്കിയപ്പോ ഇങ്ങനെ കണ്ടപ്പോ എന്റെ ആ നോട്ട് ക്ലാസ്സിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പഠിക്കാത്തേനോ വേറെ ഒന്നിനും അല്ല, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അമ്മയുടെ കയ്യിൽ ഇല്ലാത്തോണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും സാറ് കേട്ടില്ല. ഫുള്ളും സ്റ്റുഡൻസിന്റെ എല്ലാരും മുന്നിൽ വെച്ചിട്ടുണ്ട് നോട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
അതിപ്പോഴും ഇങ്ങനെ ഓൺ ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്ക് മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കും. എന്തായാലും നമ്മളൊരു കുട്ടിയോട് അങ്ങനെ ചെയ്യില്ല. അതാണ് മിസ് പറഞ്ഞില്ലേ ഫാറ്റ് ആയിട്ട്, അതായത് ഇത്തിരി വണ്ണം ഉണ്ടെങ്കിൽ അതും നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും മിസ്സേ. നമ്മൾ ഈ ഒത്തിരി പേര് കൂടിയിരിക്കുന്ന സമയത്തെ നമ്മളിങ്ങനെ കളിയാക്കും അവര്. അത് നമുക്ക് ഭയങ്കര വിഷമാവും. പക്ഷെ നമ്മുടെ കാരണം കൊണ്ടല്ല. അവര് ചോദിക്കുന്നത് കുറച്ച് കഴിച്ചൂടെ ഇങ്ങനെയാ ചോദിക്കുക, കുറച്ച് കഴിച്ചൂടെ. പക്ഷെ നമ്മളെന്താ കഴിക്കുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മളുടെ ആ ബോഡി സ്ട്രക്ചർ അങ്ങനെ ഇത്തിരി വണ്ണമൊക്കെ വെച്ചതായി എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും ഞാനത് കേൾക്കുന്നുണ്ട് മിസ്സേ. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോയാലും നമ്മളത് കേൾക്കുന്നുണ്ട്, നമ്മളുടെ റിലേറ്റീവ്സിന്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ. അപ്പൊ അത് നമുക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ കേൾക്കുമ്പോ. അതെ. അപ്പൊ ഈ ഹീലിംഗ് നമ്മുടെ മനസ്സിങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ മുറിവേറ്റിരിക്കുക. അപ്പൊ സെൽഫ് ഹീലിംഗ് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആകുക, മറ്റുള്ളവരെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. അതല്ല മിസ്സേ, ഇപ്പൊ നമ്മളുടെ കോൺവെക്കേഷൻ തന്നെ ഇവിടെ സാരിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എടാ ഞാൻ സാരി ഉടുക്കില്ല, ഞാൻ ഇത്തിരി വണ്ണമുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ജയശ്രീ അനുമോളൊക്കെ പറഞ്ഞു, ചേച്ചി എന്തോ ചേച്ചി പറയുന്നേ, വണ്ണമുള്ള ഒരു സാരി ഉടുക്കില്ല, അതിന് പറ്റിയ സാരി ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം, ചേച്ചി കൊടുത്തു ധൈര്യമായിട്ട്. അപ്പൊ അത് നമുക്കൊരു ഹാപ്പിയാണ് അത് കേൾക്കുമ്പോ സത്യത്തില്. മെലിഞ്ഞിരിക്കുന്ന ആളായോണ്ടാ സാരി ഉടുക്കാത്ത, വണ്ണമില്ലെന്നും പറഞ്ഞു. ഞാൻ ഇച്ചിരി ചബ്ബിയാണ്, ഹൈറ്റ് കുറവാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ മിസ്സിയോടൊക്കെ ചോദിച്ചറിയാം, അവരെന്നെ സ്ഥിരം കാണുന്നതാണല്ലോ. ഞാനും അതെ, ഹൈറ്റും കുറവാണ്, എന്നാൽ അധികം പൊക്കവും ഇല്ല. അപ്പൊ നമ്മൾ ദൂരം നോക്കുമ്പോ എല്ലാവർക്കും തടിയുള്ളത് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം നമുക്കല്ലേ അറിയോ എന്താണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോവാറില്ല, അത് വേറെ കാര്യം. നമ്മൾ അത് നോക്കിയിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അതെ, എനിക്ക് 5 feet കഷ്ടിയുള്ളൂ. നമ്മൾ അവരുടെ മുന്നിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ അത് ഉള്ളില് നമുക്ക് എപ്പോഴും ഒരു പെയിൻ ആയിട്ട് കിടക്കും. അത് സത്യമാണ് മിസ്സേ. അത് നമ്മുടെ ഉള്ളില് വീട്ടില് തിരിച്ചു വരുമ്പോഴും നമ്മൾ അതിങ്ങനെ ആലോചിക്കും, ദൈവമേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ ഒരു കളിയാക്കലിന്റെ ഫീലാണ് അത് കിട്ടുന്നത് അവിടെ. അത് ഭയങ്കര ഒരു ഫീല് തന്നെയാണ് മിസ്സേ. ചെറുപ്പം തുടങ്ങി അങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഞാനൊരു 6 വയസ്സ് പ്രായം മുതൽ എന്റെ കാലില് ചെറിയ ഈ വിറ്റിലിഗോ എന്ന് പറഞ്ഞൊരു സിംറ്റം ഉണ്ട് എനിക്ക്. അപ്പം ഞാന് ചെറുപ്പത്തിലെ മുതലേ ഇങ്ങനെ ഓരോരുത്തര് കാലിലായിരുന്നു ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ധാരാളം മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷെ അത് സ്പ്രെഡ് ചെയ്ത് വന്നല്ലാണ്ട് ഒരു കുറവും സംഭവിച്ചില്ല ഇതുവരെ. പിന്നെ പ്രഗ്നൻസി പീരീഡ് ആയത്തേനും നമ്മുടെ ഹോർമോൺ ചേഞ്ചസും ഒക്കെ കൊണ്ട് മേല് മുഴുവൻ സ്പ്രെഡായി. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ വൈറ്റ് പാച്ച് ഉള്ളിടത്ത് ചെറുതായിട്ട് സ്കിന്നിന്റെ കളറ് കിട്ടും മേടിക്കാൻ. അപ്പൊ ഞാൻ അതൊക്കെ കളർ ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ആൾക്കൂട്ടത്തിൽ പോകാൻ ഭയങ്കര മടിയാണ് മിസ്സേ. നമ്മുടെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ വെക്കുമ്പോഴാണെങ്കിലും ഭയങ്കര മടിയാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ. ആൾക്കാർ ചോദിക്കൂലോ ഇതെന്താ പറ്റിയത്, അപ്പൊ മറുപടി പറഞ്ഞേ. ഞാൻ ചെറുതായിരുന്നപ്പോ ഞാൻ പറഞ്ഞു ചിലവരങ്ങനെയുണ്ട്, മറ്റുള്ളവരുടെ എന്തെങ്കിലും അവര് മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടി കുത്തി നോവിച്ച് വീണ്ടും അവരെ കൊണ്ട് ഓർമ്മിച്ച് അവരെ ഹേർട്ട് ചെയ്യാന്നുള്ളൊരു രീതി. പക്ഷെ അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് പോയാൽ മാത്രം പോരാ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് അവരെയും കൂടെ ഇങ്ങനെ ഫീൽ ചെയ്യിക്കുക, അവരെ ഡൗൺ ആക്കുക, അങ്ങനെ കുറെ പേരുണ്ട്. ബട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പെയിൻ ഉള്ളത് കാരണം നമുക്കത് പെട്ടെന്ന് അങ്ങ് ഫീൽ ആവും. ഓക്കെ, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് തോന്നുന്നു. അവരുടെ ഷോർട്ട് കമ്മിങ്സ് നമ്മളിൽ നമ്മളുടെ കുറവുകൾ കണ്ടെത്തി ആനന്ദിക്കുന്നത്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാട്ട് പോലെ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നെ കുറിച്ച്. ചപ്പിയ മൂക്ക്, ഉന്തിയ നെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പോലെ ആൾക്കാർ പറയുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ നമുക്ക് തിരിച്ചങ്ങനെ അതിനെപ്പറ്റി പറയാൻ, അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും. പ്ലാസ്റ്റിക് സർജറി ചെയ്താലോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം
പിന്നീട് ഞാനിങ്ങനെ അങ്ങനെ പറയുന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു, സാമുദ്രിക ലക്ഷണം അനുസരിച്ച് ഉത്തമയായ ഒരു സ്ത്രീയുടെ ലക്ഷണങ്ങളാന്ന് ഞാനങ്ങ് പറയും. അപ്പൊ പിന്നെ പറയുന്നവര് പിന്നെ മിണ്ടില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് പറയും. കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കുട്ടി ഇങ്ങനെ, എനിക്ക് പക്ഷെ അത് തന്നെ ഒരു വിഷമം തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി ഇത്തിരി മാനസികമായ സംഘർഷത്തിൽ കൂടെ കടന്നു പോവാണ്. ഡിവോഴ്സായി, 2 മക്കളുണ്ട്, പാരന്റ്സിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഷൗട്ട് ചെയ്യുന്ന കാണാം പാരന്റ്സിന്റെ അടുത്ത്. ഷൗട്ട് ചെയ്യുമ്പോൾ കേഴ്സിങ്, ഇങ്ങനെ ശപിക്കുന്ന പോലെയുള്ള വാക്കുകൾ. ഒരു ദിവസം എന്നോട്, ആ ചേച്ചി അത്ര ഹാപ്പി ഒന്നും അല്ല അല്ലെ ലൈഫില് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നല്ല പ്രശ്നങ്ങളുണ്ട്, പല അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അത് കേട്ട് അത് സമാധാനപ്പെടുക, അതിനു വേണ്ടിയിട്ട് അത് പറയുന്നത് അങ്ങനെ. അപ്പം അതെനിക്ക് മനസ്സിലായി. കാരണം അത് പുള്ളിക്കാരിയുടെ ഒരു മാനസിക സംഘർഷത്തിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി കാണുന്ന ലൈഫിലുള്ളവരില് ഷോർട്ട് കമ്മിങ്സ് കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഞാൻ ഓർത്തതങ്ങ് സമാധാനപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇതിന് വേറെ പണിയൊന്നുമില്ലേ? അതിന് അതിന്റെ 2 മക്കളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കണം, ഒറ്റയ്ക്ക് നോക്കണ്ടേ? കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി. ഞാൻ പറഞ്ഞത് സാരമില്ല, കാരണം വെച്ചാൽ ആ കുട്ടി സ്വയം ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന വഴികളാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവുമായിരിക്കും. ഞാൻ അതിനോട് നമ്മുടെ കോഴ്സിന് ജോയിൻ ആവാൻ പറഞ്ഞു. കാരണം അതിനൊരു ട്രാൻസിഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ബട്ട് അത് ഇങ്ങനെ ഒരു വല്ലാത്ത സ്റ്റേജിലൂടെ കടന്നു പോകെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആളുകളുണ്ട്. അവരുടെ കുറവുകൾ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതല്ലേ, അങ്ങനെ ഒരു കുറവ് അവര് മറ്റുള്ളവരുടെ കുറവ് എൻഹാൻസ് ചെയ്ത് കാണിച്ച് സ്വന്തം കുറവിന്, സ്വന്തം ഷോർട്ട് കമ്മിങ്സിനെ അവർ കൺസിഡർ ചെയ്യുന്നൊരു രീതി തന്നെയാണ് ഈ കാണിക്കുന്നത്. ഈ മണ്ണുള്ളവര് ചിലർ ഡാൻസ് കളിക്കുന്നതാണ് എന്തൊരു രസവും. മണ്ണുള്ളവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നില്ല, പക്ഷെ എന്ത് ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ട്. ആ ഒരു ഗ്രേസ് കാണാം അല്ലെ. പിന്നെ ഹൈറ്റ് കുറവാണെങ്കിലും ആ ഹൈറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഈ നോർമലിനേക്കാളും ഹൈറ്റ് കൂടിയ ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് ലേഡീസിൽ വരുമ്പോ അതും ഒരു ഇതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവര് തന്നെ കറക്റ്റ് അവരുടെ എന്താ പറയാ ആ ഫിസിക്കിന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ചൂസ് ചെയ്തിടുമ്പോ എന്തൊരു ഭംഗിയാണ്. ഞാൻ മുഖത്തെ സൗന്ദര്യമല്ല ഉദ്ദേശിക്കണേ, അങ്ങനെ അവരുടെ ബോഡിക്ക് അനുസരിച്ച് ഡ്രസ്സിങ് ശ്രദ്ധിക്കുമ്പോ എന്ത് രസമായിട്ടായിരിക്കും അവര് നടക്കുന്നല്ലേ. സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ഒക്കെ മിക്കവരും ഹൈറ്റ് കുറവാണ്. നോർത്ത് ഇന്ത്യയിലെ ഹീറോസ് എല്ലാം തന്നെ ഹൈറ്റ് കുറവാണ്. അപ്പം അങ്ങനെ പല പല ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഡിഫറൻസസ് ആണ് ആളുകളുടെ. ഫിസിക്കലി ഉള്ള ഡിഫറൻസസ് ആണ് സ്കിന്നിന്റെ ടോൺ, മൂക്കിന്റെ ഷേപ്പ്, വായുടെ ഷേപ്പ്, മുടിയുടെ ടെക്സ്ചർ എല്ലാം നമ്മുടെ ഓരോ ഫിസിക്കൽ ഡിഫറൻസ്. എല്ലാവരും ഒരേപോലെ ഇരുന്ന എന്ത് രസം ഉണ്ടാവും? ഒരു രസമില്ല. അത് അയാളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ്. ഇപ്പൊ എന്നെ പറയുമ്പോ ആൾക്കാർ പറയാം ഉന്തിയ നെറ്റിയുള്ള കുട്ടി, ദാറ്റ് മീൻസ് അതെന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് അത്. പിന്നെ ചിലപ്പോ യൂട്യൂബ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ചില ആളുകളെ ഇങ്ങനെ ആൾക്കാരെ നെഗറ്റീവ് കമന്റ് ഇടുന്ന കാണാം, യൂട്യൂബേഴ്സ് ഇങ്ങനെ. അപ്പം കാരണം കണ്ടാ കുരങ്ങിനെ പോലെയുണ്ട് അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഓർത്തു ആൾക്കാരെങ്ങനെ പറയുന്നത്. കാരണം കൊച്ചു കുട്ടികളെ വരെയും അവരുടെ മക്കളെ തന്നെ കുരങ്ങന്റെ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നു. അതൊക്കെ എന്തോ അവരുടെ ഒരു എനിക്ക് തോന്നുന്നു എന്തോ ഒരു അസുഖം തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് ആൾക്കാരെ. അപ്പൊ അത് നമ്മൾക്ക് ശരിയാണ്, ഒരു പെയിൻ ആയിട്ടുള്ളിലുണ്ടാവും. പക്ഷെ അത് ഓവർകം ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് 10 പേര് പറയുമ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരാളായിരിക്കും കൂടെ നിൽക്കുന്നത്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയായി. സോ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ്. ഈ ചാറ്റ് ബോക്സിലുള്ള മെസ്സേജ് മുഴുവനും അനുമോൾക്കുള്ളതാട്ടോ, വായിച്ചോ. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് വിൽ. അത് ആരെങ്കിലും വായിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ആ ഡെവലപ്മെന്റ് ഓഫ് വിൽ 3 സ്റ്റേജ് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നു. അതായത് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം കുട്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ കാര്യം തന്നെ പലതവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ ഫസ്റ്റ് ആണ് റിപ്പീറ്റേഷൻ. ജഗ്ഗിൽ നിന്നും വെള്ളം ഒഴിക്കാനായിട്ട് അവർ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് സ്പിൽ ഔട്ട് ആയിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത്
നമ്മളൊരു ചെറിയൊരു ക്ലോത്ത് പീസ് കൊടുത്ത് തുടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനത്തോടു കൂടെ അവർ തുടച്ചിട്ട് സെക്കൻഡ് ടൈം അവർ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കും. ലാസ്റ്റ് ടൈം ആദ്യം ഞാൻ ചെയ്തപ്പോൾ വെള്ളം പുറത്തേക്ക് തെറിച്ചു, അപ്പൊ ഞാൻ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചാൽ ശരിയാകും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗൈഡൻസ് അവിടെ ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് സെക്കൻഡ് ടൈം ചെയ്യും. അപ്പൊ വെള്ളം പുറത്തേക്ക് തെറിക്കുന്ന അളവ് കുറയും. അപ്പൊ റിപ്പിറ്റീഷൻ ആണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ്. ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത് അല്ലെ, അപ്പൊ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്ന് അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. അപ്പൊ അവരിൽ തന്നെ അച്ചടക്കം, ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തു. ഇന്ന് അവർക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്പേസും ടൈമും നമ്മൾ കൊടുത്തു. ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ആ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അവര് നമ്മളെ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളെ അവർ ഫോളോ ചെയ്യും, നമ്മളെ ഒബേ ചെയ്യും. സോ അവരിൽ ഒബീഡിയൻസും തന്നെത്താനെ ഡെവലപ്പ് ചെയ്യുന്നു തേർഡ് സ്റ്റേജിൽ. അപ്പൊ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതായിരിക്കില്ല. അത് ഓരോ കുട്ടിയിലും ആ നമ്പർ ഓഫ് ഡേയ്സ് കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ ഈ 3 കാര്യങ്ങളാണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒരു കുട്ടി വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല കറക്റ്റ് ആയിട്ട് ആ ജഗ്ഗിന്ന് വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കുട്ടികളിലെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പാക്കറ്റിൽ കടല, പരിപ്പ്, പയറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വേറൊരു പാത്രം കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുമല്ലോ, അതെല്ലാം കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം. അതൊരു ട്രേ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് നമ്മൾ പോർ ചെയ്യും, ആ ബാഗിൽ നിന്ന് പോർ ചെയ്യും. 1 or 2 തെറിച്ച് വീഴുവാണെങ്കിൽ അവരെ കൗണ്ട് ചെയ്യിച്ചെടുപ്പിക്കാം. കടലയും പയറും ഒക്കെ ആണെങ്കിലും പരിപ്പാണെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അവരുടെ കൗണ്ടിങ്ങും വരും. അപ്പൊ അതൊക്കെ പ്രാക്ടിക്കൽ ഏരിയയിൽ ചെയ്യുന്ന ലൈഫ് സ്കിൽസ് ആണ്. കുട്ടികളിലെ ലൈഫ് സ്കിൽസ് ആണ് കൂട്ടേണ്ടത്. WHO പറഞ്ഞിട്ടുണ്ട് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും 9 ഏരിയയിലാണ് ഇന്റലിജൻസ് ഉള്ളത്. ഈ 9 ഏരിയയിലെ ഇന്റലിജൻസ് എല്ലാ മനുഷ്യരിലും ചിലപ്പോൾ ഈ 9 ഏരിയയിലെ ഇന്റലിജൻസ് ഉണ്ടാകില്ല. അപ്പൊ ഏത് ഇന്റലിജൻസ് ആണോ ആ കുട്ടിക്ക് കൂടുതൽ നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ അസസ് ചെയ്യണം. അസസ് ചെയ്തിട്ട് അത് അവരുടെ ലൈഫ് സ്കില്ലുമായിട്ട് കണക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, അതായത് ബോഡി നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പണിയെടുക്കുമ്പോൾ നല്ല സ്പീഡിൽ പെട്ടെന്ന് വീട്ടിൽ ഹോം മേക്കേഴ്സ് അമ്മമാര് ചെയ്യുന്നത് നമ്മൾ കാണാല്ലേ, നിമിഷ നേരം കൊണ്ട് എല്ലാം ചെയ്ത് കുക്ക് ചെയ്ത് അടുക്കള ക്ലീൻ ചെയ്ത് നല്ല നീറ്റ് ആക്കി വെക്കും. അതൊരു ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ഡാൻസേഴ്സ്, അവർക്ക് ആ റിതത്തിനനുസരിച്ച് അവരുടെ ബോഡി മൂവ് ചെയ്യുന്നത് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. അപ്പൊ ആ കുട്ടിയുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ്. ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയിലേക്ക് ആ കുട്ടിയെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഡിഫൻസ്, ആർമി മനുഷ്യർക്ക് അല്ലെ, ഒരു യുദ്ധം വരുമ്പോൾ അവർക്ക് കറക്റ്റ് അവർ ബോഡി മൂവ് ചെയ്ത് അവർ പോകണം. ആ ഒരു സ്പീഡ്, ആ ഒരു അലേർട്ടിൽ അവർ പോകണം. അപ്പൊ അങ്ങനെ പല രീതിയിൽ. അതുപോലെ തന്നെ ഡാൻസേഴ്സ്, അങ്ങനെ ഏത് ഏരിയയിലാണോ കുട്ടിയുടെ ഇന്റലിജൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ആളുകളുമായിട്ട് ഇടപഴകുന്ന രീതി. നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടുന്ന 2 ഇന്റലിജൻസിൽ ഒന്നാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് നല്ലൊരു ടീച്ചർ ആകാൻ പറ്റില്ല അല്ലെ. ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് എംപത്തറ്റിക് ആവാൻ പറ്റുന്ന ഒരാൾക്ക് ടീച്ചർ ആകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടീച്ചർക്ക് ലാംഗ്വേജ് വേണം, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഈ 2 ഇന്റലിജൻസ് ടീച്ചർമാർക്ക് വേണ്ടുന്നതാണ്. പിന്നെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് 2ഉം ഇല്ലെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇന്റലിജൻസ് ആണ് ഇത് 2ഉം. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ വായിക്കാം, എഴുതി നോക്കാം, നമ്മുടെ അങ്ങനെ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ എന്നുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മളിങ്ങനെ പുറകിലേക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് നമുക്ക് കൂട്ടിയെടുക്കണം. ആളുകളുമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ആദ്യം സംസാരിക്കണം. കാരണം നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, പാരന്റ്സുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും, കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കേണ്ടവരും മറ്റ് സ്റ്റാഫുമായിട്ട് സംസാരിക്കേണ്ടവരും. അപ്പൊ നമ്മുടെ ആ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റലിജൻസ് കൂട്ടണം. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇന്റലിജൻസ് ആണ്. അതേസമയം മ്യൂസിക്കൽ ഇന്റലിജൻസ് ഒന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇൻബോൺ ആയിട്ട് വരുന്നതാണ് അല്ലേ.
അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇച്ചിരി പാടും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇന്റലിജൻസും എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉള്ള ഇന്റലിജൻസിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ സ്കിൽസും കൂടും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂട്ടുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടും. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ കൂടും. അപ്പൊ ഇതൊക്കെ WHO ഇപ്പൊ പറയുന്നുണ്ട്. ഈ 9 ഇന്റലിജൻസ് കുട്ടികളുടെ കണ്ടെത്തി അവരുടെ ലൈഫ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികളുടെ മാത്രമല്ല നമ്മുടെയും നമുക്ക് കണ്ടെത്താം. നമ്മളുടെ ഇന്റലിജൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഞാനിപ്പോ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് അത് നമ്മൾ കണ്ടെത്തി കറക്റ്റ് ഇന്റർവെൻഷൻ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കുട്ടിക്ക് ഏത് കരിയർ ആണ് സൂട്ടബിൾ ആകുന്നതെന്ന്, ഏത് ജോലി ആയിരിക്കും അവന് നല്ലത്. അപ്പൊ അതിനനുസരിച്ച് ഏത് കോഴ്സിന് അവനെ വിടാൻ പറ്റും അതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും 10th +2 ഒക്കെ ആവുമ്പോഴേക്കും കൺഫ്യൂഷനാണ് ഇനി എന്താന്നുള്ളത്. കാരണം 10th കഴിയുമ്പോഴാണ് കുട്ടികൾ പൊതുവെ ജോലി സംബന്ധമായ അടുത്ത കോഴ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് കാര്യമായിട്ട് നമ്മൾ ക്ലാസ് നടത്തില്ല. അപ്പൊ ഞാൻ ആ ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ 3 സ്റ്റേജസിൽ ഇത് ഡെവലപ്പ് ആകുന്ന കാര്യം പറയുമായിരുന്നു. ഒരു കാര്യം ചെയ്തു, ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് സ്റ്റേജും ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ ബ്രീഫ് ചെയ്ത കാര്യങ്ങളെ ഞാൻ വായിക്കട്ടെ. വായിക്കൂ. Development of will. Through repeated work, the child will slowly create will, and he repeats his work many times over a period of time. He gains power over his own actions. The child then moves to the second stage, that is accepting self-development as a way of life. After accomplishing self-discipline as a way of life, the child reaches the third stage of the development will, involving the power of soul. The Montessori observed 3 stages of development. First stage, repetition. The child has a basic inner urge that directs him towards determined activity. He does not consciously direct his will. The child begins the repetition of activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is a slow process, and it develops through continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to be engaged. The child's will is gradually developed, and as he endeavors to adapt the limits of his chosen task. സോ ഡെവലപ്മെന്റ് ഓഫ് വിൽ, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ്, അത് കുട്ടികളിൽ എങ്ങനെയാണ് തുടക്കം തുടങ്ങി വരുന്നതെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി അവർക്ക് ഫ്രീഡം കൊടുത്തു, അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എൻവയോൺമെന്റും ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഫ്രീഡം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ അവർക്ക് തന്നെ ചൂസ് ചെയ്ത് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ഇത് അവര് റിപ്പീറ്റ് ചെയ്യുന്നു, പലതവണ റിപ്പീറ്റ് ചെയ്യും. പലപ്പോഴും അവരുടെ ഇന്നർ ഗൈഡ്, നമ്മളും പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നി, അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തില്ല, നമ്മൾ അങ്ങോട്ട് പോയില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി, അങ്ങനെ ശരിയെന്ന് തോന്നി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ കുട്ടികളിൽ ഇന്നർ ഗൈഡ് ഉണ്ട്. നമ്മളിപ്പോ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോ ഇങ്ങനെയാണല്ലോ സംഭവിച്ചെന്നുള്ള ഇന്നർ ഗൈഡ് അവനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ നീ ചെയ്യണം, അപ്പൊ അങ്ങനെയാണ് അവൻ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ആ ആക്ഷന്റെ കൺട്രോൾ അവന് കിട്ടുന്നത്. പിന്നെ അത്
പെർഫെക്റ്റ് ആയി ചെയ്യും. ആദ്യമായിട്ട് മോണ്ടിസോറി ഒരു സ്കൂളില് ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയ്യോ ആ കൊച്ചിന് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ വലിയ വലിയ പാത്രങ്ങൾ ക്യാരി ചെയ്ത് കറക്റ്റ് അവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇപ്പൊ താഴെ വീഴൂ അങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നും. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഓക്കെ ആയിരിക്കും, നമ്മൾക്ക് അറിയാം അവരത് ചെയ്യുന്നത്. പുറത്തുനിന്ന് വരുന്ന ഒരാൾ അയ്യോ ഇപ്പൊ വീഴുന്നു പറയും. പക്ഷെ കുട്ടി കറക്റ്റ് ആ കാര്യം എവിടെയാണോ അവിടെ കൊണ്ടുപോയി വയ്ക്കുകയോ ചെയ്യും. ഇങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോൾ ഇവരെ നമ്മള് ഏതെങ്കിലും രീതിയിൽ അസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അഡൽട്സ് ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നതാണ് പറയുന്നത്. അത് ചെയ്യരുത്. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേറൊരാളുടെ അസിസ്റ്റൻസ് ആവശ്യമില്ല. കുട്ടി ഓൺ ഡിസിഷനിലാണ് ഈ ഓരോ മൂവ്മെന്റും ആ ഒരു എൻവയോൺമെന്റിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം 3 years വരെയും അൺകോൺഷ്യസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. ആഫ്റ്റർ 3 years ഇവർ കോൺഷ്യസ് സ്റ്റേജിലേക്ക് ആ ഒരു പ്രോഗ്രസീവ് ആയിട്ട് അത് ആ പ്രോസസ് മാറുന്നു. അതൊരു സ്ലോ പ്രോസസ് ആണ്. പക്ഷെ എൻവയോൺമെന്റുമായിട്ട് കണ്ടിന്യൂസ്ലി കോണ്ടാക്ട് ആവുന്നു കുട്ടി. അതായത് അതേസമയം നമ്മൾ ഈ കുട്ടിയെ ഒരു ഭാഗത്ത് അടക്കി ഒതുക്കി ഇരുത്തുവാണ്, കുട്ടി മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റ് മുരടിച്ചു പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, വളർച്ച മുരടിക്കും. ഇത് അങ്ങനെ മൂവ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും അവിടെയുണ്ട്. അങ്ങനെ എൻവയോൺമെന്റുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് വരുന്നു. വീട്ടിനകത്ത് അടച്ച് പുറത്തേക്ക് ഇറക്കാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാകും. അവരുടെ ലാംഗ്വേജ് പ്രോപ്പർ ആവണമെന്നില്ല, അവരുടെ മൂവ്മെന്റ് പ്രോപ്പർ ആവണമെന്നില്ല. അവർ പുറത്ത് മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. അവർ കാല് വെക്കുമ്പോഴൊക്കെ അവർക്ക് പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആളുകളെ കാണുമ്പോൾ അവർ ഹൈഡ് ചെയ്യും, ഷൈ ആയിരിക്കും. അതേസമയം ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടിയിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് 2 സ്റ്റേജസ് ഉണ്ട്. അതിലൊരു സ്റ്റേജ് ആണ് ഡിസിപ്ലിൻഡ് ഡെവലപ്മെന്റ്, മറ്റേ സ്റ്റേജ് 3rd സ്റ്റേജ് ഒബീഡിയൻസും. രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ ആ 2 സ്റ്റേജും ഒന്ന് വായിച്ചിട്ട് വരും. ബാക്കി ഇന്റലിജൻസ് ആൻഡ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് മന്ത് നമ്മളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സും PG ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ടേം 2 എക്സാമിനേഷൻ പാർട്ട് 3ഉം 4ഉം കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞ് സ്റ്റഡി ലീവ്, അത് കഴിയുമ്പോൾ മെയിൻ എക്സാം. അതിൻ്റെ ഒപ്പം പാരലായിട്ട് PGയുടെ ക്ലാസ് പോകും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. കഴിക്കാത്തവരൊക്കെ വേഗം പോയി കഴിച്ചോളൂ. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ പറയാം, നമ്മുടെ കൂടെ കുറെ പേര് നോക്ക് ഫാസ്റ്റിങ്ങിലാണല്ലോ. മാം ഇനി കൊല്ലത്ത് വരുമ്പോ വിളിക്കണേ, അല്ലെങ്കിൽ മെസ്സേജ് തീർച്ചയായിട്ടും വിളിക്കാം. എനിക്ക് കുറെ മെസ്സേജാ വന്നേ, അയ്യോ വിളിക്കാത്ത എന്താ മാം എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഗോപികയുടെ കാര്യം ആ സമയത്ത് ഞാൻ ഓർത്തില്ല. ഈ പഴയ ബാച്ചിലൊക്കെ കുറെ കുട്ടികൾ കൊല്ലത്തൊന്നും ആ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുക സ്റ്റാറ്റസ് കണ്ടോണ്ട്. മിസ്സേ ഞാൻ മണി കെട്ടിയിരിക്കുന്നത് ആ സ്റ്റാറ്റസ് കണ്ടപ്പോഴും മാം തലേന്നത്തെ സ്റ്റാറ്റസ് കണ്ടപ്പോ എങ്ങോട്ടോ യാത്രയാണെന്ന് മനസ്സിലായി. പക്ഷെ പിറ്റേന്നത്തെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അയ്യോ നമ്മുടെ അമ്പലത്തിലാണോ മിസ് വന്നത് എന്ന് ഞാൻ പെട്ടെന്ന് മണി കണ്ടപ്പോ ഞാൻ വേറെ എവിടെ മണിയിൽ അവിടെ ആണോന്ന് അതിനാ മിസ്സിന് ഞാൻ മെസ്സേജ് ഇട്ടത്. അപ്പൊ കാട്ടിലമ്പലത്തിലാ വന്നത്. എന്റെ മിസ് എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിയത്തില്ല. കടത്ത് കയറിയാണോ അപ്പുറത്തെ അമ്പലത്തിൽ പോയേ? അല്ല, ബസ്സിനാ വന്നേ. എന്നോട് ഹസ്ബൻഡിനെ ചോദിച്ചു, കടത്ത് കയറിയല്ലേ പോയത്? അതാണ് മിസ് അതിന്റെ ഭംഗി. നമുക്ക് പാലമുറി അപ്പുറത്തോട്ട് ഇറങ്ങാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് ശങ്കരമംഗലം എന്ന് പറഞ്ഞ, അവിടുന്ന് അതായത് KMML എന്ന് പറയുന്ന ഒരു അതിന്റെ സൈഡിൽ കൂടെ ബാക്കിലോട്ട് പോകുന്ന വഴിയാ. അത് നമുക്ക് കാട്ടിൽ കടവിലാണ് വന്ന് നിക്കണേ. ആ കാട്ടിൽ കടവിൽ നമുക്ക് ജങ്കാറിൽ പോവാം. അതാണ് ഭംഗി മിസ്സേ. എന്നിട്ട് ആ പുഴ കിടന്ന് അപ്പുറത്തോട്ട് ചെല്ലുമ്പോ അമ്പലം, അതിന് ബാക്കിൽ കടല്. അങ്ങനെയാണത്. പാലൊക്കെ കെട്ടിയത്. ഇപ്പൊ വണ്ടിയൊക്കെ അങ്ങ് അകത്ത് കയറും. ഇവിടെയും നല്ല സൗകര്യമുണ്ട്, വണ്ടിയൊക്കെ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ജങ്കാറി പോകുന്നതായിരുന്നു നല്ലത്. അതൊരു ആയിരുന്നു നല്ലതായിട്ട്. നമ്മള് ബസ്സിലല്ലേ വന്നത്, അപ്പൊ ആ ബസ് അങ്ങനെ റൂട്ടായിരിക്കും എടുത്തതേ. എന്തോ ഏതമ്പലമായിരുന്നു? എന്റെ റൂട്ട് ഇങ്ങനെയായിരുന്നു. ഞങ്ങളൊരു 5:30 കഴിഞ്ഞപ്പോ ഇറങ്ങി. താജു ഞാൻ ലഞ്ച് ഓച്ചിറ അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അമ്പലപ്പുഴ വെച്ചിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അല്ല, നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ കുക്ക് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. തിരിച്ച്
ഡിന്നർ കഴിച്ചത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന വഴിയിൽ. കാരണം ഇപ്പൊ ഹോട്ടലിലൊക്കെ ലിമിറ്റഡ് ഫുഡാണല്ലോ ഗ്യാസിന്റെ ഇഷ്യൂസ് കാരണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹരിപ്പാട് മണ്ണാർശാല, പിന്നെ ഓച്ചിറ വന്നു. ഓച്ചിറ വന്നിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ സമയമുണ്ടല്ലോ, കാട്ടിൽ അമ്പലത്തില് വൈകുന്നേരം അല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൃഷ്ണപുരം പാലസിൽ കയറി. അവിടുന്ന് പതുക്കെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി ഈ കാട്ടിൽ അമ്പലത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഴീക്കൽ ബീച്ചിലൊന്ന് കയറി, പക്ഷെ ഇരുട്ടായിരുന്നു. അപ്പൊ മിസ് കരുനാഗപ്പള്ളിയൊക്കെ ടച്ച് ചെയ്തല്ലോ പോയത്. അതെ അതെ അതെ. വിളിച്ചൂടി വീട്ടിലേക്ക് വന്ന ഏതാ ഗുരുവായൂര് ഗുരുവായൂര് ഗുരുവായൂർക്ക് വരാന്. ഗുരുവായൂർക്ക് വരുമ്പോ ശരണ്യോട് പറയണം. ഓക്കെ ഓക്കെ. ഗുരുവായൂർ നമുക്കിവിടെ പറവൂരുന്നാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ പേരുണ്ടല്ലോ, 47 പേരുടെ ഒരു ഗ്രൂപ്പ്. ഒന്നുമില്ല, അമ്മയുടെ കൂടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അമ്മ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ എപ്പോഴും അമ്പലങ്ങളൊക്കെ പോകും. അപ്പൊ വീട്ടിൽ പോകുന്നത് വളരെ ചുരുക്കം. എന്റെ വീട് തിരുവാങ്കുളമാണ്, ചോറ്റാനിക്കര അടുത്ത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പോയി അങ്ങനെ സ്റ്റേ ചെയ്ത് അമ്മയായിട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോകും. ഉത്സവത്തിന് വരികയാണെങ്കിൽ പകർച്ച കഴിക്കായിരുന്നു. ആണോ? എനിക്ക് തിരക്കുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാ ശരണ്യ. അത് കാരണം ഗുരുവായൂർ ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് പറയും ഞാൻ തിരക്കില്ലാത്ത ദിവസം നോക്കി വരാം, പക്ഷെ ഗുരുവായൂർ തിരക്കില്ല എന്നുള്ളത് ഇല്ലാലോ. അത് ഒരിക്കലും നടക്കത്തില്ല. ഗുരുവായൂര് വരുമ്പോ പറഞ്ഞാ മതി മിസ്സേ, ഉള്ളില് കടക്കാം, ഇത് എടുത്തുതരാം. അതെയോ? അപ്പൊ ഞാൻ എന്നും ഒരു ദിവസം പോയപ്പോ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മോട് വന്ന് പറഞ്ഞു ഇന്ന് തിരക്ക് കുറവായിരുന്നു, എനിക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റിയെന്നൊരു അമ്മ പറയാം. അന്നത്തെ ദിവസം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയ്ക്ക് പോണ ദിവസം, അതുകൊണ്ട് അറിയാവുന്നവരാരും അന്ന് വരില്ല. അങ്ങനെ പറയണ്ടേ, അറിയില്ല അങ്ങനെ കാര്യങ്ങള്. പക്ഷെ അതൊരു രസമാണ് കേട്ടോ. കുറെ പേരുമായിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ ആ ഒരു, എന്റെ ഒരു കൂടെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയുടെ ചേച്ചിയെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഗ്രൂപ്പിലുണ്ടായിരുന്നു. മോനെ അപ്പൊ അങ്ങനെ ഓക്കെ. ഗുരുവായൂർ അപ്പൊ എപ്പോഴും അവിടെ ഉണ്ടാവട്ടെ മിസ്സേ, കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ഞാൻ മാസത്തിലൊരിക്കൽ വരാറുണ്ട് ശരണ്യ. അപ്പൊ മോൾക്ക് ഗുരുവായൂര് ഊണ് കഴിക്കണം, ഭഗവാന്റെ പ്രസാദം കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാനും അമ്മയും മോളും കൂടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുമ്പോ പറയണം കേട്ടോ മിസ്സേ. പറയാം. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ് മാം. ഹായ്. എത്ര വയസ്സുണ്ട് താജു? 3.5 അവിടെ അംഗനവാടി പോകുന്നുണ്ടോ? അടുത്താണോ അംഗൻവാടി? അവിടെ അടുത്ത് തന്നെ. താജു അടുത്ത് പോയിരിക്കാറുണ്ടോ അംഗൻവാടിയില് മോളുടെ കൂടെ? കുഴപ്പമില്ല, 3 കൂടി ഒപ്പന കളിക്കുക ഇവിടെ തട്ടൊക്കെ. അതാണ് അങ്ങനെ വേഷം. ശരി, ഒരു ദിവസം വരണോട്ടോ. വരാൻ പറ, ലിപ്സ്റ്റിക് ഇടുക ചൂണ്ട് തന്നോട്. ശരി ശരി ശരി, നന്നായിട്ടുണ്ട്. ഒപ്പന കളിച്ചു കഴിഞ്ഞോ? ആന്ന് ഭക്ഷണം കൊടുത്തല്ലോ അല്ലെ കൊച്ചിന്? കഴിക്കാം. ശരി, ഓക്കെ ബൈ.